സഹകരണ സംഘങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്ന പാല് അതിന്റെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഹലോ ഫ്രണ്ട്സ്, മിക്കു റോക്ക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത്. എല്ലാ മാസവും എക്സ്പോ നടക്കാറുണ്ട്. അത്തരത്തിലൊരു അടിപൊളി എക്സ്പോ ആണ് 21-ാം തീയതി മുതൽ 30-ാം തീയതി വരെ നമ്മുടെ കനകക്കുന്നിൽ നടക്കുന്നുണ്ട്. കനകക്കുന്ന് എക്സ്പോ. അപ്പോൾ അറ്റ് പ്രസൻറ്റ് വന്നിട്ട് ഒരു 3 ഡേയ്സ് നമ്മുടെ പോപ്പ് മാർപ്പാപ്പ മരിച്ചതോടനുബന്ധിച്ചിട്ട് തന്നെ 3 ദിവസമാണെങ്കിൽ ലൈറ്റിൻ്റെ സംഭവങ്ങളൊക്കെ വളരെയധികം കുറവാണ്. അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ കനകക്കുന്നിലുള്ള അടിപൊളി വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പ്ലാസ്റ്റിക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ? അവളെല്ലാം പ്ലാസ്റ്റിക്കിലാണെങ്കിൽ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടാണെങ്കിൽ ഇതെന്ത് സംഭവം, മീനോ ചീങ്കണ്ണിയോ അങ്ങനെ എന്തോ ആണെന്നാണ് തോന്നുന്നു ഗൈസ്. എന്തായാലും പ്ലാസ്റ്റിക്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ളും പ്ലാസ്റ്റിക്കാണ്, എല്ലാം ഒട്ടിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. സംഭവം കൊള്ളാം. ഇതൊരു നല്ലൊരു ഐഡിയ ആണ്. പ്ലാസ്റ്റിക്കിൽ സെറ്റാക്കി വെച്ചിട്ടുള്ള ഡ്രാഗനാണ് ഗൈസ്. പേപ്പേഴ്സും അത് കൂടാതെ കുറേ എന്തൊക്കെ ഐറ്റംസിലൊക്കെ കൊണ്ടാണ് ഇത് ആക്ച്വലി ഇതൊരു ഡ്രാഗനാണെങ്കിൽ സംഭവം സെറ്റാക്കി വെച്ചിട്ടുള്ളത്. കറക്റ്റ് ക്ലിയറായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ പകൽ വെളിച്ചത്തിൽ വന്നാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇത് സംഭവം അടിപൊളിയാട്ടാ. ഇതുള്ള വേസ്റ്റിലുണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് കടൽ കുതിരയാണെന്ന് തോന്നുന്നത്. സംഭവം കൊള്ളാം, സൂപ്പർ. പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. സംഭവം കണ്ടോ, ഫുള്ള് പ്ലാസ്റ്റിക്കിലാണ് സംഭവം ഫുള്ള് സെറ്റ് ആയിട്ടുള്ളത്. പറ്റി എന്താണ് ഇതായിട്ടുള്ള ക്ഷീര സഹകരണ സംഘങ്ങളാണ്. അതായത് പ്രാഥമിക തലത്തിലുള്ള ക്ഷീര സഹകരണ സംഘങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്ന പാല് അതിന്റെ വ്യാവസായിക അടിസ്ഥാനത്തിൽ മിൽമ എന്നുള്ള ബ്രാൻഡ് നെയിമിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ കേരളത്തിലെ 68% റീറ്റെയിൽ മാർക്കറ്റ് ഇവരാണ്. മിൽമയുടെ പാലൊക്കെ വന്നിട്ട് ആക്ച്വലി കേരളത്തിൽ തന്നെയാണ്. അത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ കേരളത്തിൽ നിന്ന് തന്നെയാണ്. അടുത്തതായിട്ട് ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റി, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി, ULCCS എന്നറിയപ്പെടുന്ന ഇത് ലോകത്തിലെ 2ാമത്തെ തന്നെ ഏറ്റവും വലിയ കോപ്പറേറ്റീവ് ലേബർ സഹകരണ സംഘങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രത്യേകിച്ച് റോഡുകൾ, പാലങ്ങൾ, മറ്റ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ലോകത്തെ തന്നെ ഏറ്റവും വലിയ സഹകരണ സംഘങ്ങളിൽ ഒന്നാണ് ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി. അടുത്ത ഇന്ത്യൻ കോഫി ഹൗസ് ഈ രംഗത്ത് തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു കോപ്പറേറ്റീവ് പ്രസ്ഥാനത്തിന് എക്സാമ്പിൾ ആയിട്ടുള്ളതാണ്. നമ്മുടെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു കോഫി ഹൗസ് നമ്മുടെ തമ്പാനൂരുള്ളതാണ് അല്ലേ? തമ്പാനൂരുള്ളതാണ്. നെക്സ്റ്റ് കെയർ ഹോം. ഇത് സഹകരണ വകുപ്പ് വഴി നടപ്പിലാക്കിയ സഹകരണ മേഖലയിലെ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പദ്ധതിയാണ്. അതായത് 2018-19 ഉണ്ടായ ഫ്ലഡ്, ആ ഫ്ലഡിൽ വീട് നഷ്ടപ്പെട്ടിട്ടുള്ള ഒത്തിരി ആളുകളുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ. സഹകരണ മേഖലയിലെ ജീവനക്കാർ ഉൾപ്പെടെ പങ്കാളികളായിക്കൊണ്ട് സഹകരണ സംഘങ്ങളിലൂടെ അവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയായിരുന്നു. ഏതാണ്ട് 2000-ഓളം വീടുകൾ വെച്ച് 1ാം ഘട്ടത്തിൽ പൂർത്തിയാക്കി അവർക്ക് നൽകിയിട്ടുണ്ട്. ടോട്ടൽ എത്ര വീട് കൊടുത്തിട്ടുണ്ട്? ഏതാണ്ട് 2093-ഓളം വീടുകൾ ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ചു കൊടുത്തു. 2ാം ഘട്ടം 3 ജില്ലകളിലായിട്ട് നടപ്പിലാക്കി കഴിഞ്ഞു. നമ്മുടെ വയനാട് പദ്ധതി ഇതിന്റെ അണ്ടറിലാണോ വരുന്നത്? വയനാട് പദ്ധതി അല്ല, അത് സ്പെഷ്യൽ മാസ്റ്റർ പ്ലാൻ ആണ് അല്ലേ? ഓക്കെ, ഇത്രയേ ഉള്ളൂ ഓവറോൾ. ഓക്കെ, ഹൈലൈറ്റ് ചെയ്ത് ചേച്ചി പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് എക്സ്പോ 2025 കനകക്കുന്നിൽ വരുന്ന സമയത്താണ് സഹകരണ വകുപ്പിൻ്റെ ഈ ഒരു വലിയൊരു എക്സ്പോ വരുന്നത്. ചേച്ചിയുടെ പേര് ആര്യ. അപ്പോൾ നെക്സ്റ്റ് ഇതൊക്കെ എന്തൊക്കെയാണ്? ഇതിൽ പ്രധാനമായിട്ടും വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ അണ്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, അതുപോലെ സഹകരണ സംഘങ്ങളുടെ ടോട്ടൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് എത്ര, നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് എത്ര ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യുന്നു, അതുപോലെ നമ്മുടെ കീഴിലുള്ള സഹകരണ വകുപ്പിന് കീഴിലുള്ള 11 അപ്പെക്സ് സ്ഥാപനങ്ങൾ, അവരുടെ ആക്ടിവിറ്റീസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇതിലൂടെ പറയുന്നത്. സെൻസർ ആണല്ലേ? സെൻസറാണ്. ജസ്റ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ തോന്നുന്നു. ഓക്കെ. വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. ഏതെല്ലാം മേഖലയിൽ സഹകരണം ഏതെല്ലാം മേഖലകളിൽ ഇടപെടുന്നു. ആരോഗ്യം, വിദ്യാഭ്യാസം, പിന്നെ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ ആണെങ്കിലും, കൺസ്യൂമർ ഫെഡ് വഴിയുള്ള മാർക്കറ്റ് ഇൻ്റർവെൻഷൻ ആണെങ്കിലും, മറ്റേതെല്ലാം മേഖലയിലേക്ക് കടന്നു ചെല്ലുന്നു. ആംബുലൻസ് സർവീസ്, ഫ്രീസർ, ഗോഡൗണുകൾ, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഉൾപ്പെടെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏരിയകൾ ഉൾപ്പെടെ ഇങ്ങനെയുള്ള എല്ലാ മേഖലകളും അതിനെല്ലാം വിശദമാക്കുന്ന
ഇത് ഡിജിറ്റലായിട്ട് അതെ ഡിജിറ്റലായിട്ടുള്ള ഒരു പ്രൊജക്ടറിൽ നമുക്ക് ഇവിടെ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതുവരെയുള്ള സഹകരണ മന്ത്രിമാരാണ് ടോട്ടലായിട്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു സ്റ്റാളിൽ ഈ ഒരു സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇവിടെയാണെങ്കിൽ നമ്മുടെ സഹകരണ മന്ത്രിമാരുടെ ഒരു പഴയ കാലത്ത് സഹകരണ മന്ത്രിമാരുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്.